കടലിൽ പോയവരുടെ കാര്യത്തിൽ അവർ അപകടത്തിൽപ്പെട്ടപ്പോൾ ആ അപകടത്തിൽപ്പെട്ട ആദ്യ മണിക്കൂറുകൾ വളരെ ഫലപ്രദമായ രക്ഷാപ്രവർത്തനം നടക്കേണ്ട സമയമാണ്. പക്ഷേ വലിയ തോതിലുള്ള കൃത്യവിലോപം ഉണ്ടായി എന്നതാണ് ഈ കുടുംബങ്ങൾക്കും തീരദേശത്താകെയും നാട്ടിലും ഉള്ള അഭിപ്രായം. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇവിടെ ഇത്തരം ഘട്ടങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികൾ അറിയാത്തവരല്ല നമ്മുടെ വകുപ്പുകൾ. മുൻകാല അനുഭവമുണ്ട്. എന്തുകൊണ്ട് ഇത്തരമൊരു അപകടം ഉണ്ടായപ്പോൾ പെട്ടെന്ന് ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല? ഒരു പ്രകൃതി ദുരന്തമുണ്ടാകുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ട ഘട്ടമല്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് ഞങ്ങളിപ്പോൾ പോകുന്നില്ല. പക്ഷേ വ്യാപകമായി വിമർശനമുയരുമ്പോൾ അത് പരിശോധിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. നമ്മൾ എല്ലാ ദുരന്തത്തിലും കണ്ടതാണ്, ദുരന്തഘട്ടത്തിൽ എല്ലാം മറന്ന് രക്ഷാപ്രവർത്തനത്തിന് സർക്കാരിനോടൊപ്പം സഹകരിച്ച് ജനങ്ങളാകെ ഇറങ്ങാറാണ് പതിവ്. പക്ഷേ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമല്ലോ. അതിവിടെ ഉണ്ടായോ? അതാണ് ഗൗരവമായ പ്രശ്നം. അതിന് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കലാണ്. ആ ഏകോപിപ്പിക്കൽ പലതരത്തിലുണ്ട്. ഇവിടെ ചെയ്യേണ്ട കാര്യമുണ്ട്. കേന്ദ്ര ഏജൻസികൾ ഇടപെടേണ്ട കാര്യത്തിൽ അവരെ ബന്ധപ്പെടേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് സഹായിക്കാൻ വരുന്നവരെ ആ സഹായം സ്വീകരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ഏകോപനം ഇവിടെ ഫലപ്രദമായി ഉണ്ടായോ? ഇത്തരം പ്രദേശങ്ങളിൽ നാം പരിശോധിക്കാൻ വേണ്ടി പറയുകയാണ്, സർക്കാരിൻ്റെ സാന്നിധ്യമുണ്ടായോ? അതാണ് ഏറ്റവും ഗൗരവമായ പ്രശ്നം. നമ്മുടെ നാട്ടിൽ മുൻകാലങ്ങളിൽ ദുരന്തങ്ങളുണ്ടായപ്പോൾ ആ ദുരന്തം തന്നെയാണ്. പക്ഷേ രക്ഷാപ്രവർത്തനം, ആശ്വാസ നടപടികൾ, തൽക്കാലം അവരെ താമസിപ്പിക്കൽ, അവിടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കൽ, ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ തോതിലുള്ള ഇടപെടലും ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു എന്നുള്ളത് നമ്മുടെ എല്ലാം അനുഭവത്തിലുള്ളതാണല്ലോ. അതിലാണ് വീഴ്ച സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു പരാതി, കുടുംബങ്ങൾക്കുള്ള പരാതി, അപകടത്തിൽപ്പെട്ടു, ആ വിവരം അറിഞ്ഞു, അവരെ രക്ഷപ്പെടുത്തുന്നതിന് ഹെലികോപ്റ്റർ വഴിയുള്ള ശ്രമം നടത്തണം എന്ന പൊതുവിലുള്ള ആവശ്യമുയർന്നു. പക്ഷേ അത് പരിഗണിച്ചു പോലുമില്ല എന്ന അഭിപ്രായമാണ്, എന്ന വികാരമാണ് ഈ കുടുംബങ്ങൾക്കാകെയുള്ളത്. ഇവിടെ എന്തെല്ലാം സംഭവിച്ചു? അതിന് വിഴിഞ്ഞത്ത് കാണാതായ മത്സ്യത്തൊഴിലാളി ജോൺ മത്യാസിൻ്റെ മകള്, നീണ്ടകരയിലെ കുടുംബത്തിലെ 3 പേർ നഷ്ടപ്പെട്ട വീട്ടമ്മ, ഇവരൊക്കെ സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ, തെരുവിൽ, മാധ്യമങ്ങൾക്ക് മുന്നിൽ വിലപിക്കുന്ന ദയനീയ കാഴ്ചയല്ലേ നമുക്ക് കാണേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് അത്തരമൊരു ഘട്ടത്തിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയാതിരുന്നത് എന്നത് നാം ഗൗരവമായി കാണണം. ഇതൊരു
വിമർശനമായി ഉന്നയിക്കുന്ന കാര്യമല്ല. ഇതൊരനുഭവമാണ്. നമ്മുടെ സംസ്ഥാനത്തുണ്ടായൊരു ദുരനുഭവം. ആ ദുരനുഭവം ആവർത്തിക്കരുത്. സർക്കാർ ഇത്തരം ഘട്ടങ്ങളിൽ ഉണർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാകണം. അങ്ങനെ കഴിയണമെങ്കിൽ ഉണ്ടായ വീഴ്ച പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന അവസ്ഥയുണ്ടാവണം. ആ വീഴ്ച ഉൾക്കൊണ്ടുകൊണ്ട് ഇനി അത്തരം വീഴ്ചകൾ സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രതയാണ് ഉണ്ടാകേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ദിവസങ്ങൾ 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു മന്ത്രിയും മറ്റും ഒരു സ്ഥലത്തെത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന വികാരം എത്ര വലുതായിരിക്കും ആ കുടുംബത്തിന്. അതിലാണ് ആവർത്തിച്ച് പറയുന്നത്, ഇത്തരം കാര്യങ്ങളിൽ ആദ്യഘട്ടം മുതൽക്കേ മന്ത്രിമാർ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഫലപ്രദമായി നേതൃത്വം കൊടുക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാരിൽ പലർക്കും ദിവസങ്ങളോളം ഈ സ്ഥലത്തേക്ക് എത്താൻ പറ്റാതിരുന്നത്? അതിൻ്റെ അർത്ഥം എന്താ? ഒരു മന്ത്രിയും ദിവസങ്ങളോളം ഒരു സ്ഥലത്തെത്തുന്നില്ല എന്നാണ്. അങ്ങനെ സംഭവിക്കാമോ? അപ്പം അതാണ് ഗൗരവമായി എടുക്കേണ്ടത്. അത് ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാവണം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പരാമർശങ്ങൾ അത് വലിയ തോതിൽ വിമർശനമുയർത്തുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതായിട്ട് കാണുന്നത്, ആദ്യമായല്ല മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതെ പോകുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞതായിട്ട് പുറത്ത് വന്നിട്ടുള്ള വാർത്ത, തീരപ്രദേശത്തെ ആളുകളെ അറിയാലോ എന്നോ മറ്റോ ഒരു പരാമർശം നടത്തിയതായിട്ടും പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ അതിവൈകാരികമായി പ്രതികരിക്കുന്ന അവസ്ഥയിലേക്ക് തീരപ്രദേശത്തെ ജനങ്ങളെ എത്തിച്ചിട്ടുണ്ട്. കാരണം ആ പ്രദേശത്തെ ജനങ്ങളെ ആകെ അവഹേളിക്കുന്ന ഒരു പ്രസ്താവനയാണ് എന്ന മട്ടിലാണ് ഈ ദുരന്തത്തിനിരയായ കുടുംബങ്ങളും അവിടെയുള്ള ജനങ്ങളും ഇതിനെ കാണുന്നത്. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ അപകടത്തിനിരയായ ജോൺ മത്യാസിൻ്റെ മകള് ജിജി സർക്കാരിൻ്റെ അനാസ്ഥയ്ക്കെതിരെ സംസാരിച്ചു. അവർ അനുഭവിക്കുന്ന വേദനയില്ലേ, ആ വേദനയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് സംസാരിക്കുമല്ലോ, സാധാരണ നിലവിട്ടും സംസാരിക്കുമല്ലോ. പക്ഷേ അവരുന്നയിച്ച ന്യായമായ പ്രശ്നത്തിൻ്റെ മേലെ എങ്ങനെയാണ് പ്രതികരണമുണ്ടായത്? അവർക്ക് നേരെ UDF അനുകൂലികൾ ഭീകരമായ സൈബർ ആക്രമണമാണ് നടത്തിയത്. ഒരുതരം കൊട്ടേഷൻ സംഘം പോലെ ഇറങ്ങുകയാണ്. എന്നിട്ട് അവർക്കെതിരെ, അവരെല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുകയാണ്, അവർക്കെതിരെയാണ് വ്യാപകമായ സൈബർ ആക്രമണം നടത്തുന്നത്. ഈ സൈബർ ആക്രമണം സാധാരണഗതിയിൽ വലിയ കുറ്റമല്ലേ? ആ കുറ്റവാളികൾക്കെതിരെ എന്തെങ്കിലും നടപടിയെടുത്തോ? എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്? UDF അനുകൂലികളായവർ ചെയ്തതുകൊണ്ട് സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇവർ ഇടപെട്ടു എന്നാണ്. ആ ധാരണയിൽ മറ്റ് നടപടികളിലേക്ക് കടന്നില്ല എന്നതാണ് വന്നിട്ടുള്ളത്.